ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന യേശുവേ. യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ വലിയ വിശ്വാസം സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. കൊടുക്കുവാൻ വേണ്ടി കടന്നുവന്നിരിക്കുന്ന യേശുവേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എന്നിട്ട് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാതൃത്വം നേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ
പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കള് ആ ചെയ്ത ഉടമ്പടി ആവശ്യങ്ങള് പരിശുദ്ധ അമ്മ വഴി ഇപ്പോഴേ ഈശോയ്ക്ക് മൗനമായി സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പിന്നോട് നിങ്ങളോട് ആരോടും ഉടമ്പടി ചെയ്യാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഉടമ്പടി ചെയ്യുന്നവർ ഉടമ്പടിയാണ് ചെയ്യണമെന്നുള്ള ബോധ്യം ഉണ്ടാകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ചെയ്ത ആൾക്കാരെ കൃത്യമായിട്ടത് ബൈ പേഴ്സൺ കൊടുക്കാൻ നോക്കണം, പ്രാർത്ഥിച്ച് വ്യക്തികൾക്ക്. അങ്ങനെ വരുമ്പോൾ ദൈവം ആരോടാണ് ഉടമ്പടി ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം നിങ്ങളെ വിട്ടു പിരിയത്തില്ല. ഉടമ്പടി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന കൂടെ സാന്നിധ്യം, ചുമ്മാ സാന്നിധ്യമല്ല, നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഇടപെടുന്ന സാന്നിധ്യമാണ്. അതല്ല സാക്ഷ്യത്തിൽ കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വഴി 10 മനുഷ്യർ ഒരു ദിവസം ഈശോനെ അറിയണം. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്താനാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ദൈവം ജീവിക്കുന്നു. നിൻ്റെ വേദനയുടെ കാലം തീരാറായി. ദൈവം നിന്നെ സന്ധിക്കും. അത് നീ വഴി കർത്താവിനോട് പറയണം. കർത്താവെ, ഞാൻ ഈ യൂട്യൂബിൽ ഷെയർ ചെയ്തത് വായിക്കുന്നവർ വിശ്വാസത്തിലേക്ക് വരണേ. കാര്യം അവിശ്വാസികളും സാത്താൻ വർഷിപ്പുകാർ വരെ പിശാസിൻ്റെ ജോലികൾ ജാഗ്രതയോടെ ചെയ്യുമ്പോൾ ദൈവ മക്കൾക്ക് ഉറങ്ങാൻ അനുവാദമില്ല. അവിശ്വാസികളും സാത്താൻ വർഷിപ്പുകാരും പിശാസിൻ്റെ ജോലികൾ ജാഗ്രതയോടെ ചെയ്യുമ്പോൾ ദൈവ പൈതൽ ഉറങ്ങിയാൽ അത് കുറ്റകരമായ ഉറക്കമായിരിക്കും. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ നേടിയെടുത്ത ജനങ്ങളുടെ ആത്മാക്കളുടെ മേലുള്ള ജാഗ്രതയാണ്. ഈ ജാഗ്രത കയ്യിൽ വിളക്കേന്തിയ കന്യകമാരെപ്പോലെ മണവാളം വരുന്നതുവരെ നമ്മൾ കെടാതെ സൂക്ഷിക്കും. കൈയടിച്ച് കർത്താവ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, Lord Jesus Christ, for of Jesus. The fire finger soak with the precious. Lord, infuse His Spirit, and with the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless and hallow these relics, those used to have grace and peace and power. Amen. Hallelujah, 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 hallelujah. യേശുവേ, യേശുവേ, യേശു അനുഗ്രഹം ചെയ്യുന്ന നിമിഷങ്ങളാണ്. കൈകൾ ഉയർത്തി ഹൃദയം തുറന്ന് അദ്ദേഹം യേശുവേ എന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. യേശുവേ, യേശുവേ, നന്ദി പറയുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. ആദ്യമായി തന്നെ ഞാൻ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറയാൻ താമസിച്ചതിനായി ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യം, ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ വീട്ടിൽ ഒരു ആൻറ്റി എന്നോട് വന്ന്, ഞാൻ എൻ്റെ മകൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ആൻറ്റിയോട് ഇങ്ങനെ സംസാരിച്ച സമയത്താണ് ആൻറ്റി എന്നെ കൃപാസനത്തെ പറ്റി എന്നോട് പറഞ്ഞത്. അപ്പോൾ തന്നെ ആ ആൻറ്റി എന്നോട് പറയുകയുണ്ടായി, അമ്മ വിളിച്ചവരെ മാത്രമേ അമ്മയുടെ സന്നിധിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മയെക്കുറിച്ച് അറിഞ്ഞ് അമ്മയുടെ അടുത്ത് എത്തുവാൻ വേണ്ടി വളരെ കാലതാമസമെടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് 3-ാമത്തെ ദിവസം തന്നെ അമ്മ മാതാവ് എന്നെ ഈ കൃപാസനത്തിൽ കൊണ്ടുവന്നെത്തിച്ചു. ആദ്യമായി ഞാൻ 2023 മാർച്ച് 17-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റുക എന്നതായിരുന്നു. 18 വർഷമായി എൻ്റെ ഭർത്താവിന് ഭയങ്കര മദ്യപാനമായിരുന്നു. വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ വളരെ സമാധാനമുണ്ട്. ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറ്റുവാൻ സഹായിച്ചു. ഉടമ്പടി ഉപ്പും മാതാവിൻ്റെ എണ്ണയും നെറ്റിയിൽ പുരട്ടുമായിരുന്നു. ഉടമ്പടി തൈലവും പുരട്ടിയാണ് സൗഖ്യം ലഭിച്ചത്. അതുപോലെ തന്നെ രണ്ടാമതായി സാക്ഷ്യം പറയേണ്ടത്, എൻ്റെ മകന് 12 മകൻ്റെ പേര് ജോബിൻ, 12 വയസ്സ് അവനുള്ളപ്പോൾ അവന് കരൾ സംബന്ധമായ ഒരു അസുഖമുണ്ടായി. ഫാറ്റി ലിവറാണ്. അത് ഞങ്ങൾ കണ്ട സമയത്ത് തന്നെ ഏകദേശം 92% വ്യാപിച്ചിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പരസ്പരം അവർ പറയുകയുണ്ടായി, ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അവർക്ക് പോലും അത് അറിയില്ല. അവർ പരസ്പരം പല ഡോക്ടർമാരുമായിട്ടും അവരിങ്ങനെ സംസാരിക്കുകയാണ്, എങ്ങനെ ഇത് സംഭവിച്ചു, ഇത്രയും കുഞ്ഞു കുട്ടിക്ക് പിന്നെ ഈ 92% വരെ ഫാറ്റി ലിവർ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയില്ല അവർ ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു, മെഡിസിൻ കൂടുതൽ കഴിക്കുമായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷേ അങ്ങനെ അതുവരെ ആ പ്രായം വരെ അവനങ്ങനെ ഒരു പനി പോലും വലുതായി വന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എന്നെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു. മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല, അവന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് പൈസ ഞങ്ങളെ കയ്യിൽ നിന്ന് ചിലവായി, ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നരാടം ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ചികിത്സയിലായിരുന്നു. ഒരുപാട് മെഡിസിൻ ഇതും ടെസ്റ്റുകളും കാര്യങ്ങളും, അങ്ങനെ ഞങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും പൂശി, ഞാൻ ആ ഭാഗത്ത് ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ രാത്രികളിൽ ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും മാതാവിനോട്, മാതാവേ എൻ്റെ മകനൊരു പൂർണ്ണ സൗഖ്യം കൊടുത്താൽ ഞാൻ അമ്മയുടെ മുമ്പിൽ ഒരു സാക്ഷിയാകാമെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ മകനിപ്പോൾ ഒരു മെഡിസിനും കഴിക്കുന്നില്ല. ഒരു മെഡിസിനും കഴിക്കാതെ തന്നെ കർത്താവെ പൂർണ്ണ സൗഖ്യം എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിന് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ മകള് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിക്കാൻ വളരെ വീക്കായിരുന്നു. അപ്പോൾ ഓണപ്പരീക്ഷ കഴിഞ്ഞ സമയത്ത് തന്നെ എന്നെ ടീച്ചർ വിളിച്ച് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. മകളിങ്ങനെ പോയാൽ പരീക്ഷ പാസ്സാകത്തില്ല, നിങ്ങൾക്ക് മകൾ ജയിക്കണമെന്ന് ആഗ്രഹമില്ലേ, പിന്നെ എന്താണ് നിങ്ങളിങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ വിട്ടേക്കുന്നത്, പിന്നെ അവളെ കൂടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ അവളെ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയും, അമ്മ ഞാൻ എല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷേ എന്തോ എനിക്കറിയത്തില്ല എന്ന് എന്നോട് പറയുമായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അവൾക്ക് SLC പരീക്ഷയിൽ നല്ല മാർക്ക് നേടി വിജയിക്കുവാൻ എൻ്റെ മാതാവ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവൾക്ക് അന്ന് മുതൽ ഞാൻ ഉടമ്പടി ഉപ്പും പ്രാർത്ഥിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് ഓരോ ദിവസവും പോകുന്ന സമയത്ത് രാവിലെ ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കാശ് രൂപം ഞാൻ അവളെ കയ്യിൽ കൊടുത്തു വിടുമായിരുന്നു. ഞാൻ എന്നിട്ട് മകളോട് പറയും, പ്രാർത്ഥിക്കാൻ കയറുന്നതിന് മുന്നേ
മകൾ വിശ്വാസ പ്രമാണം പറഞ്ഞ് ഉടമ്പടി ഉപ്പ് അവിടെ വിതറി പരീക്ഷയ്ക്കിരിക്കാൻ പറയുമായിരുന്നു. അവൾക്കും അതൊരു വിശ്വാസമായിരുന്നു. ഞാൻ അവൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഞാൻ പരീക്ഷയ്ക്ക് അവളെ കൊണ്ടുവന്ന് ആക്കിയിട്ട് അടുത്ത് ഞാൻ പള്ളിയിൽ ഞാൻ അവൾക്ക് പരീക്ഷ കഴിയുന്നത് വരെ ഞാൻ അവിടെ ഇരുന്ന് അമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, എൻ്റെ മകൾക്കൊന്നും അറിയില്ല, എൻ്റെ മാതാവ് അവളുടെ കയ്യിൽ നിന്ന് പേന വാങ്ങിച്ച് പരീക്ഷ എഴുതി അവളെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഉടമ്പടി തൈലവും പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് അവൾക്ക് 6 A+ഉം 4 Aയും വാങ്ങി ജയിക്കുവാനുള്ള ഭാഗ്യം എൻ്റെ അമ്മ മാതാവ് കൊടുത്തു. അതുപോലെ തന്നെ സയൻസിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുവാനും സഹായിച്ചു. +2ലും അതുപോലെ തന്നെയാണ്. ഭയങ്കര ഉഴപ്പായിരുന്നു പഠിക്കാനും. അവൾക്ക് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഭയങ്കര പാടുള്ള വിഷയമാണ്, മാത്സും അതുപോലെ തന്നെ. പക്ഷേ ഞങ്ങൾക്ക് പിന്നെ വേറെ ആ വിഷയത്തിന് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കാനോ അതിനുള്ള നിവർത്തിയില്ലായിരുന്നു. ഞാൻ അപ്പോഴൊക്കെ മോളടുത്ത് പറയും, മക്കൾ പഠിക്കാൻ എടുക്കുന്നതിന് മുൻപ് മാതാവിൻ്റെ അടുത്ത് വിശ്വാസ പ്രമാണം പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം മക്കൾ ബുക്ക് തുറന്ന് പഠിക്കണം. പഠിച്ചു കഴിയുമ്പോഴത്തേക്കും മക്കൾക്കെല്ലാം മനസ്സിലാവും എന്ന്. മാത്സ് പരീക്ഷയും കഴിഞ്ഞ് വന്ന സമയത്തും എന്നോട് പറയണം, അമ്മ ഞാൻ ഒന്നും എഴുതിയില്ല അമ്മ, എനിക്ക് ബാക്കിയുള്ള വിഷയത്തിനുള്ള മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷേ ഞാൻ മാത്സിന് തോക്കും, മാത്സിനും കെമിസ്ട്രിക്കും ഞാൻ തോക്കും. ഞാൻ പറഞ്ഞില്ല മോളെ, മക്കളെ കൂട്ടത്ത് അമ്മ മാതാവ് വന്നിട്ടുണ്ട്, പരീക്ഷ എഴുതിയത് മക്കളല്ല, മാതാവാണ് പേന വാങ്ങി പരീക്ഷ എഴുതിയത്, മക്കൾക്ക് നല്ല മാർക്ക് കിട്ടും, പേടിക്കണ്ട, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ മാതാവ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും 88% മാർക്ക് അവൾക്ക് നൽകി, വിജയം നൽകി. അതുപോലെ തന്നെ അവൾക്ക് നേഴ്സിംഗ് പഠിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല. എന്നാലും ഞാൻ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ, അവളുടെ ആഗ്രഹം പോലെ തന്നെ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം എൻ്റെ മാതാവ് അവൾക്ക് കൊടുക്കണമേ, നല്ല കോളേജിൽ അവൾക്ക് അഡ്മിഷൻ കൊടുത്ത് എൻ്റെ മാതാവ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥന, എൻ്റെ മാതാവ് എൻ്റെ പ്രാർത്ഥന, ഞാൻ അവൾക്ക് അഡ്മിഷൻ ആവാതിരുന്ന സമയത്ത് ഞാൻ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ കരഞ്ഞ്, ഞാൻ നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്കോ വിദ്യാഭ്യാസമില്ല, എനിക്ക് എവിടെ ചെന്ന് അന്വേഷിക്കണമെന്നോ എങ്ങനെ എന്ത് കാര്യം ചെയ്യണമെന്നോ എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ഈ വിദ്യാഭ്യാസത്തിനെ പറ്റി അറിയില്ല. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല മാതാവേ. മാതാവ് തന്നെ മുൻപിൽ നിന്ന്, മാതാവേ, എൻ്റെ മകൾക്ക് കോളേജിൽ ഒരു അഡ്മിഷൻ വാങ്ങിച്ചു തരാൻ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങൾ വിചാരിച്ചതുപോലെ ഒരു കോളേജിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങിത്തന്നു. അവളിപ്പോൾ നേഴ്സിംഗ് പഠിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത സാക്ഷ്യം, മകൾക്ക് ഈ ഇടയ്ക്ക് കഴിഞ്ഞ മാസം 8-ാം തീയതി മകൾക്ക് സുഖമില്ലാതായി. സൈനറ്റൈസ് എന്നാണ് ആദ്യം പറഞ്ഞത്. അതിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി 2 നാൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര അതികഠിനമായ വയറുവേദന. ഈ വയറുവേദന വന്ന് അടുത്ത് വയറുവേദനയ്ക്ക് സ്കാൻ ചെയ്തപ്പോൾ പറയുന്നു അപ്പൻഡിക്സാണ്, അത് ഒരുപാട് വളർന്നു പോയി, എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്യണം എന്ന് പറയുകയുണ്ടായി. പക്ഷേ അടുത്ത് സർജറി ചെയ്യാൻ വേണ്ടി തുടർന്ന് എം ആർ ഐ സ്കാനിങ് എടുക്കുകയും CT എടുക്കുകയും ചെയ്ത സമയത്ത് ഞാൻ അവളെ സ്കാനിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്തും സ്കാനിങ്ങിന് കയറ്റിയ സമയത്തും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിലും വയറിലും പൂശി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മകൾക്ക് ഒഴിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു, ഒത്തിരി ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു മകൾ. ഇതുവരെ അവൾ ഒരു അസുഖവും വന്നാൽ അങ്ങനെ കിടന്ന് ഞാൻ കണ്ടിട്ടില്ല. ചുരുണ്ടുകൂടി അവൾ ഒരേ കിടക്ക, കാല് പോലും അവൾക്ക് വലിച്ചു നീട്ടാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥ, ചുരുണ്ട് കിടക്കുമായിരുന്നു. ഞാൻ അവളെ സ്കാനിങ്ങിന് കയറ്റിയ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ പുറത്തിരുന്ന് ജപമാല പറയുകയായിരുന്നു. അവളുടെ കയ്യിൽ കാശ് രൂപവും കൊടുത്ത് ഉടമ്പടി തൈലവും പൂശി ഞാൻ അവളെ സ്കാനിങ് റൂമിലോട്ട് പറഞ്ഞു വിട്ടു. തിരിച്ച് വന്നു. വൈകുന്നേരമായപ്പോൾ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മാതാവേ, ഒരു കുഴപ്പവും ഉണ്ടാകരുതേ, അവളുടെ ദേഹത്ത്, അവളുടെ ശരീരത്തിൽ ഒരു കത്തി വയ്ക്കാനുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള എൻ്റെ മാതാവ് വയ്ക്കരുതേ മാതാവേ, ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷി പറയാം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി. വൈകുന്നേരം റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, മകൾക്ക് ഉണ്ടായിരുന്ന കണ്ട അപ്പൻഡിക്സ് അത് ചുരുങ്ങി ആ ഭാഗത്ത് ഒന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ
ഞാനിവിടെ മകൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് ഞാനിവിടെ വന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടായി. ഞാൻ മുല്ലപ്പൂവിൻ്റെ മണം കൊണ്ട് നിറഞ്ഞ് ഞാൻ കരഞ്ഞ് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, എനിക്കിതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, അത് പറഞ്ഞു തരാൻ ആരുമില്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ അങ്ങനെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിച്ചു, എന്നെ സമാധാനിപ്പിച്ചു. അതുപോലെ തന്നെ 8-ാം തീയതി ഈ മകൾ ഹോസ്പിറ്റലാകുന്ന 8-ാം തീയതി ഞാൻ കൃപാസനത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത 18 ആൾക്കാരെയും കൊണ്ട് ഞാൻ കൃപാസനത്തിൽ വരാൻ വേണ്ടി വെളുപ്പാങ്കാലം 3 മണിക്ക് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയത്താണ് എൻ്റെ മകൾ എന്നെ വെളുപ്പാങ്കാലം വിളിക്കുകയാണ്, അമ്മ എനിക്ക് സുഖമില്ല, ഞാൻ ഹോസ്പിറ്റലിലോട്ട് വാർഡൻ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്, അമ്മ പെട്ടെന്ന് ഇവിടെ വരണമെന്ന്. അപ്പോഴും ഞാൻ മകളോട് പറയാണ്, മകളെ ഞാൻ ഇതുപോലെ അവർക്കാണെങ്കിൽ വഴി അറിഞ്ഞൂടാ മക്കളെ, ഞാൻ ഇതുപോലെ അവരെ കൊണ്ട് കൃപാസനത്തിലോട്ട് പോവുകയാണ്. അപ്പം മക്കളൊരു കാര്യം ചെയ്യും, മക്കൾ ആൻറ്റിയും കൂട്ടി ഹോസ്പിറ്റലിൽ പൊയ്ക്കോ, എൻ്റെ അമ്മ മാതാവ് മക്കളുടെ കൂട്ടത്തുണ്ട്, മക്കൾ മാതാവിനെ മുറുകെ പിടിച്ചു, അവളുടെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മക്കൾ ജപമാല പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾ ആശുപത്രിയിലിരിക്കുക, അമ്മ മാതാവ് മക്കൾ അടുത്ത് വരും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ വൈകുന്നേരം അന്നായപ്പോൾ ഞങ്ങൾക്ക് 2 മണിക്ക് കിട്ടേണ്ട ട്രെയിൻ അന്ന് 2 മണിക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് 3:30 മണിക്കാണ് ട്രെയിൻ കിട്ടിയത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം 10-10:30 മണിയായി. അപ്പം മാർത്താണ്ഡത്താണ് കോളേജ്. അപ്പം എനിക്ക് അങ്ങ് പോകാനും പറ്റിയില്ല, രാത്രി ആയതുകൊണ്ട്. ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മകളുടെ അടുത്ത്. ഞാനിവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ മകളുടെ അടുത്ത് പോകണം, എൻ്റെ മകളുടെ അടുത്ത് ആരുമില്ല, അമ്മയായി കൂടെ നിന്ന് മാതാവേ അവളെ സഹായിക്കണേ, മാതാവേ ഒരു ആപത്തും കൂടാതെ കാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്ന് ഞാൻ രാത്രി ഇരുന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിനും മക്കൾക്കൊക്കെ കൊടുത്ത് കഴിച്ച് അവരെല്ലാം കിടന്ന സമയത്ത് ഞാൻ മുട്ടിൽമേൽ നിന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മകൾ ആഗ്രഹിച്ചാണ് ഈ നേഴ്സിംഗ് പഠനത്തിന് പോയത്. പക്ഷേ എൻ്റെ മകൾ പോയി 1 മാസം ആകുന്നതിന് മുന്നേ തന്നെ എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അസുഖം എന്നുവെച്ചാൽ എൻ്റെ മകൾ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ സംസാരിക്കാൻ വയ്യ മകൾക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമായിപ്പോൾ. ഞാൻ ഇങ്ങനെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ മാതാവ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന അനുഭവം എനിക്കുണ്ടായി. ഞാൻ അമ്മ മാതാവിനോട് അപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, മാതാവേ ഞാൻ അമ്മയുടെ മുൻപിൽ അമ്മയെ അറിയാത്ത 18 പേരെ കൊണ്ട് ഞാൻ വന്നതാണ് മാതാവേ, എന്നിട്ടും മാതാവ് എന്നോട് എന്താ മാതാവേ എന്നിങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴാണ് മാതാവ് എന്നോട് പറയുന്നത്, അവളുടെ ഉള്ളിലുള്ള അസുഖം അത് പുറത്ത് കാണിച്ചു തന്നതാണ് എന്ന് പറയാനിടയായി. ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അന്ന് മുതൽ ഞാൻ ഉടമ്പടി തൈലം അവളുടെ ദേഹത്തും തലയിൽ നെറ്റിയിലും വയറിലും ഞാൻ പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പും പ്രാർത്ഥിച്ച് ഞാൻ അവൾക്ക് കൊടുത്തു. അതിൻ്റെ ഫലമായി അവൾക്ക് നല്ല സൗഖ്യം ലഭിച്ചു. സൗഖ്യം കൊടുത്ത അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ കൃപാസന പത്രം വാങ്ങി ഞാൻ ആശുപത്രികളിലാണ് കൊണ്ടു കൊടുക്കാറ്. നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, വിഴിഞ്ഞം, ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട്. ഞാൻ ഓരോരുത്തർക്കും പത്രം കൊടുത്തിട്ട് ഞാൻ പറയും, നിങ്ങൾ ഈ പത്രം വായിച്ചു കഴിഞ്ഞ് ഉപേക്ഷിക്കരുത്, നിങ്ങൾ വായിച്ചു കഴിഞ്ഞ് ഇത് അടുത്ത ഒരാളിന് കൈമാറാനാണ് ഞാൻ പറയുന്നത്. കൈമാറുക, ഒരിടവും അലക്ഷ്യമായി എറിയരുത്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാമെന്ന് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ മക്കളും എൻ്റെ കൂട്ടത്ത് വരും. പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞാൻ പോകുമ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കൂട്ടത്ത് വരും. അവരും വിശ്വാസ പ്രമാണം പറഞ്ഞ് അവർ പത്രം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ രോഗികളെ സഹായിക്കാറുണ്ട്. പിന്നെ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. അവർക്ക് വസ്ത്രമായാലും ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും സഹായമായാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. മാസത്തിലൊരിക്കൽ ഞാൻ കൃത്യമായി കുമ്പസാരിക്കാറുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്ന അമ്മ മാതാവിന്, ഉണ്ണി ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷി നിർത്തുന്നു. എൻ്റെ പേര് സീന, ഇത് എൻ്റെ മകൾ ജസ്ന. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 മെയ് 18-ാം തീയതിയാണ്.
എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തിനെ പറ്റി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് അമ്മ മാതാവിന് ഈശോയ്ക്കും ഈ തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. എൻ്റെ മകൾക്ക് ചെറുപ്പം മുതലേ തന്നെ ആസ്മയുടെ രോഗം ഉണ്ടായിരുന്നു. 6 മാസം പ്രായമുള്ളപ്പോൾ മുതൽ ഭയങ്കരമായ ചുമയും തുമ്മലും മൂലം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റാതെ ഭയങ്കര ചുമയായിരുന്നു. അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര അസൗകര്യങ്ങളായിരുന്നു. ഇൻഹെയിലർ 13 വയസ്സ് മുതൽ ഇൻഹെയിലർ സ്ഥിരമായി 2 നേരം എടുത്തിരുന്നു. ചുമയുടെ ഗുളികയും കഴിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഇവിടുത്തെ സാക്ഷ്യങ്ങളിൽ കൂടെ അലർജി രോഗം മാറുന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ടതിൻ്റെ ഫലമായി ഇവിടെ വന്ന് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ ഉപ്പ് ദിവസവും അവൾക്ക് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. തൊണ്ടയിൽ പിന്നെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ഇപ്പോൾ 6 മാസമായിട്ട് ഇൻഹെയിലർ ഗുളികയും ഇപ്പോൾ തീരെ ഉപയോഗിക്കുന്നില്ല. ചുമയൊക്കെ മാറി എല്ലാം ഡോക്ടറെ കാണാനും ഇപ്പോൾ പോകാറില്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവൾക്ക് ഞാൻ പറയും. എനിക്ക് ചുമയും ശ്വാസമുട്ടലും ചെറുപ്പം മുതലുണ്ടായിരുന്നു. ഇപ്പോൾ ഗുളിക നമ്മൾ ഒരു ദിവസം നിർത്തുവാണെങ്കിൽ തന്നെ പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, അതുപോലെ ഇരിക്കും രോഗം. അപ്പോൾ അത് കാരണം ഞാൻ എന്നും ഗുളിക എടുത്തിരുന്നു. എന്നും ഇങ്ങനെ മിഠായി കഴിക്കണ പോലെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻഹേലർ ഒരു ദിവസം ശ്വാസമുട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ 3-4 പ്രാവശ്യമൊക്കെ ഞാൻ ഇൻഹേലർ വലിച്ചിട്ടാണ് എനിക്ക് ക്യൂർ കിട്ടാറ്. അങ്ങനെ ഇപ്പോൾ കൃപാസനത്തിൽ ഞാൻ ആദ്യമായിട്ട് അമ്മ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തുമ്മൽ കാരണം എനിക്ക് മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഇവരൊക്കെ സാക്ഷ്യം പറയുന്നത് ഞാനിങ്ങനെ കാണാറുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എനിക്കിങ്ങനെ ഒരു ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അതിന് ഫലമായിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ഡെയിലി ബ്രെഡ് കാണായിരുന്നു. എന്നും 6:30. മാത്രമല്ല ധ്യാനം കൂടിയിരുന്നു. പിന്നെ ഉടമ്പടി തൈലം ലങ്സുമ തേച്ചിരുന്നു. പിന്നെ ഉടമ്പടിയിൽ ഉപ്പിൽ മുക്കിയിട്ടാണ് ഞാൻ മരുന്ന് കഴിക്കാറുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഞാൻ ഇൻഹേലറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഗുളിക നിർത്തിയിട്ട് കുറേ നാളായി. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് എനിക്ക് ക്യൂർ കിട്ടി. ഇപ്പോൾ ഒരു അസുഖവും ഇപ്പോൾ ഇല്ല. അമ്മയ്ക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറുകൾ ഉണ്ടാക്കിയിട്ട് വഴിയരികിലിരിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്, അവിടെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും. പിന്നെ ചെറുതായിട്ടൊക്കെ നമുക്ക് പറ്റണ പോലെയുള്ള സഹായങ്ങൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. ആത്മീയമായിട്ടാണെങ്കിൽ പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കിട്ടി. ദിവസവും പള്ളിയിൽ പോകാനും ബൈബിൾ വായിക്കാനൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് ഫുൾ A+ കിട്ടിയാൽ 10ൽ ഫുൾ A+ കിട്ടിയ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും ഞാൻ നന്ദി പറയുന്നു.